ഹേ ഗൈസ്, അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ ചെന്നിട്ട് ഒരു ഫുൾ വീഡിയോ ഇടണമെന്ന് ഞാൻ കുറേ ദിവസമായിട്ട് വിചാരിച്ചു. എഡിറ്റ് ചെയ്തിട്ട് ഇടാനുള്ളൊരു മടി നല്ല രീതിയിൽ തന്നെ എനിക്ക് ഉണ്ടായിരുന്നു. സോ ഫൈനലി നമ്മുടെ ഫുൾ വീഡിയോ ആണ് ഇട്ടത്. ഞങ്ങൾ ആദ്യം പോയത് നമ്മുടെ എക്സാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ടെൻഷനൊക്കെ ഒന്ന് മാറ്റി വെച്ച് നമ്മൾ പോയത് ബാംഗ്ലൂർ ചിക്പേറ്റ് മാർക്കറ്റിലേക്കാണ് കേട്ടോ. അധികം തിരക്കൊന്നും ഉണ്ടാവില്ല എന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ നമ്മൾ വിചാരിച്ച പോലെയൊന്നുമല്ല. നമ്മൾ തിരക്കിലൊന്നും പെടാതെ നമ്മൾ നേരത്തെ ചെന്നായിരുന്നു. പക്ഷേ എങ്കിലും നമുക്ക് തിരക്ക് കിട്ടി. ഇതിൽ ഞങ്ങൾ പൊങ്കലിൻ്റെ അന്നാണ് കേട്ടോ ചിക്പേറ്റിൽ പോയത്. ഞങ്ങൾ വന്ന് ബാംഗ്ലൂർ ഇറങ്ങിയപ്പോൾ തന്നെ ചിക്പേറ്റ് മാർക്കറ്റിനെ പറ്റിയാണ് കൂടുതലും കേട്ടത്. ഒരുപാട് ഐറ്റംസൊക്കെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നമുക്ക് എടുക്കാൻ സാധിക്കും കേട്ടോ. പിന്നെ ഈ ചെറുതായിട്ട് നമ്മൾ ബിസിനസ്സൊക്കെ തുടങ്ങാൻ, ചെറിയ ചെറിയ ബിസിനസ്സൊക്കെ തുടങ്ങാൻ ആഗ്രഹമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും ബാംഗ്ലൂർ ഒരു ബെസ്റ്റ് ചോയ്സ് തന്നെയാണ്. കാരണം ഒരുപാട് നല്ല ഐറ്റംസൊക്കെ അവിടെ ഉണ്ട്. ഇപ്പോൾ സാരികളൊക്കെ ആണെന്നുണ്ടെങ്കിലും ഓർണമെൻറ്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഒത്തിരി നമുക്ക് നല്ല റേറ്റിന് എടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ പറയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് പൈസ എന്തായാലും കയ്യിൽ വേണം. കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല എമൗണ്ട് കയ്യിൽ നിൽക്കുന്നത്. സോ അപ്പോൾ നല്ല വെയിലായിരുന്നു. എൻ്റെ വേരും ഞാനും ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ വിഷമിച്ചിട്ടുണ്ട്. ഒന്നും പറയാനുണ്ടായിരുന്നില്ല. ഓരോരോ കാര്യങ്ങൾ കണ്ടെടുക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു അവൾക്കാണെങ്കിലും എനിക്കാണെങ്കിലും. അതല്ലെങ്കിലും അങ്ങനെ ആയിരിക്കുമല്ലോ, നമ്മുടെ കൂടെ ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു എല്ലാത്തിനും ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ഉത്സാഹമായിരിക്കില്ലേ. അങ്ങനെ കണ്ടിട്ടും തീരാത്ത കാഴ്ചകൾ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തിങ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് കെയർ ചെയ്യണം കേട്ടോ. കാരണം അവിടെ ചോർ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം കൊണ്ട് നമ്മുടെ ഐറ്റംസ് നമ്മൾ തന്നെ സൂക്ഷിക്കണം. ഞങ്ങൾ നേരെ തന്നെ ഒരു സാരിക്കടയിൽ കയറി കേട്ടോ. അവിടെയാണെന്നുണ്ടെങ്കിൽ അവരിങ്ങനെ നമുക്ക് നിരത്തിയിട്ട് തരായിരുന്നു. നമുക്ക് ഇഷ്ടമുള്ള പോലെ നോക്കിയെടുക്കാനൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഒത്തിരി നേരം ബോറടിക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല കേട്ടോ. ഞങ്ങൾ നല്ലോണം നമ്മുടെ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നു വെച്ചു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നടക്കാനുണ്ടായിരുന്നു. പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ കാണാൻ തന്നെ നല്ല രസമായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും വാങ്ങിയില്ലെങ്കിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പർച്ചേസ് ചെയ്യാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്. പക്ഷേ രേവതിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്യാനേക്കാളും കൂടുതൽ ഇങ്ങനെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ടിരിക്കണം. അവൾ അങ്ങനത്തെ ഒരു ടൈപ്പായിരുന്നു കേട്ടോ. സോ ഞങ്ങളവിടെ ചെന്നത് നമ്മുടെ ടൈം പോകുന്നത് ഒന്നും അറിഞ്ഞില്ലായിരുന്നു. കാരണം അത്രയും നല്ല അടിപൊളിയായിരുന്നു ഓരോ ഐറ്റംസ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇങ്ങനെയൊക്കെ കാണാമെന്ന് പറയുന്നത് ലൈഫിൽ ഓരോരോ എക്സ്പീരിയൻസ് ആണല്ലോ ഓരോ ടൈമിലും. ഞങ്ങൾക്കിത് പരീക്ഷണങ്ങളുടെ കാലഘട്ടമായിരുന്നെങ്കിൽ പോലും ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ടായിരുന്നു കേട്ടോ ഓരോന്നും കണ്ടുകൊണ്ടിരുന്നതും അതൊക്കെ വില ചോദിച്ചതും. വേറെ ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു നമുക്കിത്. ആക്ച്വലി നമ്മൾ ഒരുപാട് സ്ഥലത്തൊക്കെ പോകണമെന്ന് പ്ലാനൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ബാംഗ്ലൂർ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് അത്രയും ഗംഭീര പ്ലാനിങ് ഒന്നും നടന്നില്ല. ഞങ്ങളുടെ പ്ലാനിങ്ങുകളൊക്കെ ഫ്ലോപ്പായിപ്പോയി എന്ന് തന്നെ പറയാം. പക്ഷേ എങ്കിലും നമ്മൾ ചിക്പേറ്റിൽ പോകണമെന്ന് വിചാരിച്ചിരുന്നു കേട്ടോ. അങ്ങനെ തന്നെ നമുക്ക് പോകാൻ പറ്റി. അത് വലിയൊരു കാര്യമാണ്. പുതിയൊരു എക്സ്പീരിയൻസ്, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ നമ്മളെല്ലാവരും കൂടി ചെറിയതായിട്ടൊരു പ്ലാനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് മെയിനായിട്ട് നമ്മൾ ചിക്പേറ്റിൽ പോകണമെന്ന് തന്നെ വിചാരിച്ചത്. നല്ല വെയിലായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു കുട്ടികളുടെ ഐറ്റംസിനൊക്കെ ഭയങ്കര ചീപ്പ് റേറ്റ് ആയിരുന്നു കേട്ടോ. ഈ സാരി ഈവൻ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഉണ്ട്. പക്ഷേ എങ്കിലും കുട്ടികളുടെ ഐറ്റംസിനൊക്കെ ഭയങ്കര റേറ്റ് കുറവായിരുന്നു. അങ്ങനെ നമ്മുടെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും വൈകുന്നേരം 4 മണിയായിട്ടോ. വിശപ്പിൻ്റെ വിളികളൊക്കെ വന്നു തുടങ്ങിയായിരുന്നു. സോ നല്ല രീതിയിൽ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തോളൂ, സബ്സ്ക്രൈബ് ചെയ്തോളൂ.